പൊന്നാനി കടവനാട് പറങ്കിവളപ്പ് ഭഗവതി ക്ഷേത്രത്തിൽ കുംഭഭരണി മഹോത്സവത്തിന് തുടക്കമായി. ഫെബ്രുവരി 15-നാണ് മഹോത്സവം നടക്കുക. വർഷം തോറും നടത്തിവരാറുള്ള പൊന്നാനി കടവനാട് പറങ്കിവളപ്പ് ഭഗവതി ക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവത്തിനാണ് തുടക്കമായത്. ബുധനാഴ്ച രാവിലെ കൊടിയേറ്റത്തോടെ മഹോത്സവ ചടങ്ങുകൾക്ക് തുടക്കമായി. നാട്ടുകൂട്ടം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളമ്പാട്ടും നടന്നു. കുംഭഭരണി മഹോത്സവം 15-ന് നടക്കും. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കോഴ്മവളപ്പ് തറവാട്ടിലെ മുൻ കാർന്നവർ മന്ത്രങ്ങളും മറ്റും പഠിക്കുന്നതിനു വേണ്ടി വടക്കൻ കേരളത്തിലെ ചില ഭാഗങ്ങളിൽ പോയി ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ പഠിക്കാനായി പോയിരുന്നു. അദ്ദേഹം പഠിച്ച സമയത്ത് അദ്ദേഹത്തിന് ദക്ഷിണയായി ഒരു ചെമ്പോലയിൽ എഴുതിയ ഒരു ഗ്രന്ഥം കൊടുക്കുകയും ആ ചെമ്പോലയിൽ എഴുതിയ ഗ്രന്ഥം ഇവിടെ വന്ന് വായിച്ചതിന് ശേഷം ഇത് സാധാരണ ഗ്രന്ഥമല്ലെന്ന് മനസ്സിലാവുകയും അദ്ദേഹം അതിനെ ഒരു ദേവിയുടെ കടാക്ഷത്തിൽ അതിനെ ഒരു പീഠത്തിൽ ആവാഹിച്ചിരുത്തുകയും ചെറിയ ഒരു അമ്പലവുമായി ഇവിടെ കുടിയിരുത്തി. അതിനുശേഷം കാലങ്ങൾക്ക് ശേഷം കൊടുത്തയച്ചതായ നമ്പൂതിരി ഇവിടെ വന്ന് നോക്കുകയും അദ്ദേഹം തൃപ്തിപ്പെട്ടതിന് ശേഷം തെക്ക് ഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. അതാണ് ഇന്നത്തെ ഇവിടുത്തെ രക്ഷസ്. കാലങ്ങൾക്ക് ശേഷം അമ്പലത്തിൻ്റെ പുരോഗമനത്തിൻ്റെ കാലങ്ങൾ വന്നുകൊണ്ടിരിക്കെ പട്ടാണികൾ അമ്പലം തകർക്കുന്നതിനു വേണ്ടി ഇങ്ങോട്ട് വരികയും അമ്പലത്തിനെ ആക്രമിക്കാൻ വരികയും ഉടനെ തന്നെ ഇവിടുത്തെ പറങ്കികൾ ആക്രമികളെ ഈ അമ്പലത്തിലേക്കല്ല ഈ തറയിലേക്ക് പോലും വരാൻ അനുവദിച്ചില്ല. അങ്ങനെ അവർ ഓടിക്കോ എന്ന് പറയുകയും അവരെല്ലാം ഇട്ടെറിഞ്ഞ് ഓടുന്ന സമയത്ത് പറഞ്ഞു പോവുകയാണ്, ആ തറയിലേക്കല്ല അമ്പലത്തിലേക്കും തറയിലേക്കും നമുക്ക് എത്താൻ പറ്റില്ല, ഓടിക്കോളി. അങ്ങനെയാണ് ഇത് പറങ്കിവളപ്പിലെ തറയും ആയി മാറിയത്. രാവിലെ കൊടിയേറ്റത്തിന് ശേഷം രാത്രിയിൽ ഭഗവതിപ്പാട്ടും നടന്നു. NCV ന്യൂസ് പൊന്നാനി.